ഹലോ. അപ്പോൾ ഇന്നൊരു സ്നാക്സ് ബോക്സ് ആയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു 4 മണിക്ക് നല്ല ചൂട് ചായയുടെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമായിട്ടാണ് ഞാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടായിരിക്കും, എന്നറിയാത്ത ആൾക്കാരുണ്ട്. മുട്ടയപ്പം ഇത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ മമ്മി മിക്കപ്പോഴും ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിന് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു കപ്പിൽ 3/4 കപ്പോളം വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ചട്ടിയില്ലേ, ആ ചട്ടിയിലാണ് വെക്കേണ്ടത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ടുണ്ടാവും ആ സംഭവം യൂസാക്കിയിട്ട്. ഇപ്പം അതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി. പിന്നെ ഞാൻ ചോദിക്കാൻ പോയില്ല. നമ്മൾ പുറത്ത് പോയിട്ട് പിന്നെ അതാരും യൂസൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ആ പൊടി വീണിട്ടുണ്ടായിരുന്നു. അത് അപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ വയ്യവേലിയിട്ട് അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാ എണ്ണയിലോട്ട് ചുമ്മാ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു 3/4 കപ്പ് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 2 സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദ വേണ്ട, അത് ഹെൽത്തി അല്ല എന്ന് ഹെൽത്തി അല്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മൈദേൻ്റെ സ്ഥാനത്ത് 2 സ്പൂൺ ഗോതമ്പ് പൊടി ആണെങ്കിലും സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം ഞാൻ 3 സ്പൂണെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരുപാട് വേണ്ട, ഏട്ടൻ കഴിക്കില്ല, ഏട്ടൻ വറുത്ത സാധനങ്ങൾ ഇപ്പം കഴിക്കണില്ല, ഡയറ്റ്. അപ്പം ഞാനും പപ്പയും മാത്രമേ കഴിക്കണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ചേർക്കണ്ടെന്ന് വെച്ചിട്ട് 1 സ്പൂണെങ്കിൽ 1 സ്പൂൺ കൂടി കഴിഞ്ഞാൽ ഒരെണ്ണം കൂടെ കൂടുമല്ലോ എന്ന് ഓർത്തിട്ട് 2 സ്പൂൺ മൈദ ഞാൻ അതിലേക്ക് ചേർക്കുന്നുള്ളൂ. പിന്നെ 1 സ്പൂണോളം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂൺ ആഡ് ചെയ്യാം. അപ്പോൾ 1 സ്പൂൺ ചോറ് ആഡ് ചെയ്തു. വീഡിയോ എടുക്കാനുള്ള ആർഭാടത്തിൽ ഞാൻ ആ പാത്രത്തിലേക്ക് തട്ടി. പിന്നെ ആലോചിച്ച് എന്തിനാ 2 പാത്രം കഴുകണമല്ലോ, നേരത്തെ തന്നെ മറ്റേ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ 1 പാത്രം കഴിക്കാൻ മതിയായിരുന്നല്ലോ എന്ന് മറ്റെന്താ പറയുക, വീഡിയോ എടുക്കാനുള്ള ആ ഒരു പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് മറന്നുപോയി. പിന്നെ ഓർത്തപ്പോൾ അപ്പം തന്നെ ഞാൻ ജാറിലേക്ക് തട്ടി. പിന്നെ അടുത്ത് എന്താ ചേർത്ത് കൊടുക്കണേ, ഒരു നുള്ളുപ്പ്. നമ്മൾ ഇതിനുള്ളിൽ പഞ്ചസാര ചേർക്കും. അപ്പോൾ എപ്പോഴും പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തെടുക്കാനാണ് പോണേ, പഞ്ചസാര. ഇതൊക്കെ നമ്മുടെ മധുരമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ 1, 2, 3 സ്പൂൺ ഇത് കഴിഞ്ഞിട്ട് മിക്സിയിൽ അടിക്കണ സമയത്ത് എനിക്ക് മധുരം കുറവായി തോന്നിയിട്ട് ഞാൻ 1 സ്പൂണും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഞാൻ ഈ ഒരു അളവിന് 4 സ്പൂൺ. ഞങ്ങളുടെ മധുരം കൂടുതൽ വേണമെങ്കിൽ പിന്നെ ചേർക്കാം. പിന്നെ 1 മുട്ട, വെള്ളയും ഉണ്ണിയും എല്ലാം കൂടെ കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ 2 വിചാരിച്ചത്. പിന്നെ 2 ആയിക്കഴിഞ്ഞാൽ മുട്ടയുടെ ചുക ഭയങ്കരമായിട്ട് നമുക്ക് ഫ്രണ്ടിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഈ ഒരു അളവിന് 1 മുട്ട ധാരാളമാണ്. പിന്നെ നിങ്ങൾക്ക് ഏലക്ക ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ മന്തി ഉണ്ടാക്കിയപ്പോൾ ഉള്ള ഏലക്കയും കൂടെ അരഞ്ചോ മുറിഞ്ചോ അതിലേക്ക് വാരിയിട്ടുകൊണ്ട് ഇവിടെ ഏലക്ക ഇല്ല. അപ്പോൾ ഞാൻ മറ്റേ കിർഗിർ ഒച്ച കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് വെള്ളം ഒഴിച്ചില്ലെങ്കിലും വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ സെറ്റാക്കിയിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ ഒരു കിർഗിർ എന്നുള്ള ഒച്ച കേൾക്കില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ പൊടിയിട്ട് അടിക്കുമ്പം ഒരുമാതിരി ഭൂമി കുലുക്കം പോലത്തെ ഒച്ച കേൾക്കൂലേ. ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒന്ന് ഒരു ലിക്വിഡ് പരിവമാക്കിയിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ട് അടിച്ചു കിട്ടും. അപ്പം ഏലക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക കൂടെ ചേർക്കാം. പിന്നെ ഒന്നുമില്ല, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളുടെ ഒരു ദോശമാവിൻ്റെ ഒക്കെ പരിവൂലേ, ആ പരിവം പോലെ ഒന്ന് നന്നായിട്ട് തരിതരിക്കും. മറ്റേ ചോറിൻ്റെ തരി സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതേ സാധനമൊക്കെ അരച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഈ ഒരു സംഭവം നമ്മൾക്ക് എത്രത്തോളം നേരം വെക്കാൻ പറ്റുമോ അത്രയും നല്ലത്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, 8 മണിക്കൂറൊന്നല്ല കേട്ടോ ഉദ്ദേശിച്ച്. ഏറ്റവും നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് അരച്ച് വയ്ക്കുക. അപ്പോഴത്തേക്കും വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സെറ്റായിക്കോളും. അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ അതേ നമ്മളുടെ മാവൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതൊരു 12 മണിയായപ്പോൾ, കറക്റ്റ് 12 മണിയായപ്പോൾ ഞാനിത് അരച്ച് വെച്ചു. പിന്നെ ഞാൻ ഈ ബേക്കിംഗ് സോഡ ഇട്ട് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്യണം, ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അടിച്ചതിന് ശേഷമാണ് പിന്നെ അതിട്ടിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി. ഇത് ശരിക്കും മിക്സിയിൽ നമ്മൾ ഇടൂലേ, ആ സമയത്ത് ശരിക്കും അരച്ചു കൊടുക്കണം കേട്ടോ, ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിത് ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ ഇത് അരച്ച് വെച്ചിട്ട് ഒരു 3 മണി, 1 മണി, 2 മണി, 3 മണി, ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു മിനിമം 1 മണിക്കൂറെങ്കിലും ഈ ഒരു സംഭവം വെക്കണം. പിന്നെ ചായ കുടിക്കുന്ന സമയം ഇപ്പോൾ ഒരു ചട്ടി വെച്ചു, അതിനുള്ളിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടാവാൻ കാത്ത് നിൽക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയാം, നമുക്കൊരു ഷേപ്പ് കിട്ടില്ല. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ക നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് സംഭവം കിട്ടും.
എനിക്ക് ആദ്യത്തെ 1-2 മറ്റേ ടെഡി ബിയറിനെ പോലെയും കരടിക്കുട്ടന്മാരെ പോലെയൊക്കെയുള്ള ഷേപ്പൊക്കെ ആയിരുന്നു. മൂന്നാമത്തെ മുതൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ചെറിയൊരു വട്ടത്തിലൊക്കെ കിട്ടി. പിന്നെ ലുക്കിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലാണല്ലോ കാര്യം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാൻ വേണ്ടിയിട്ട് ലുക്കില്ല, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലുണ്ടാക്കി നോക്കുക. ഇത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. സ്നാക്സ് ബോക്സിലാണെങ്കിലും കൊടുത്തു വിടാൻ പറ്റും. ഇതേ ലാസ്റ്റ് നമ്മൾക്ക് ഇതുപോലെ കിട്ടാം. ഞാൻ പിന്നെ സൈഡിൽ കൂടെ ചുട്ടുകൊണ്ടിരിക്കാനുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. അയ്യോ പോവല്ലേ, ടേസ്റ്റ് ചെയ്ത് കാണിച്ചില്ലല്ലോ. നല്ല ചൂടാണ്. പക്ഷേ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞ് ഫസ്റ്റ് എനിക്ക് ഉൾക്കടിച്ചില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഷേപ്പ് മാത്രമാണ് പൊട്ടത്തരായി പോയിട്ടുള്ളൂ. അതെന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഉള്ളത് വെച്ചിട്ടല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.